അപ്പോ Magic morning, Gopika. ഓക്കെ മാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Magic morning. ഓക്കെ, അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 5 സെപ്റ്റംബർ 5 പ്രത്യേകത എന്താ? അധ്യാപക ദിനം. അധ്യാപക ദിനാണ്. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ ബി മാജിക്കിൽ മൈ സ്റ്റോറി സെഷനാണ്. അപ്പൊ ഇന്ന് നമുക്ക് മൈ സ്റ്റോറി സെഷനിൽ നമുക്ക് നമ്മുടെ ബി മാജിക്കിലെ തന്നെ ഒരു ടീച്ചറാണ് നമുക്ക് മൈ സ്റ്റോറി സെഷൻ എടുക്കുന്നത്. സോ ഷില മാം ആണ് നമുക്ക് ഇന്നത്തെ മൈ സ്റ്റോറി സെഷൻ എടുക്കുന്നത്. മാം റിട്ടയർഡ് പ്രിൻസിപ്പൾ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് മൈ സ്റ്റോറി സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ഷില മാം, പ്ലീസ് വെൽക്കം മാം. മാമിനെ സ്റ്റാർട്ട് ചെയ്തോളൂ, കാര്യങ്ങളൊക്കെ സംസാരിച്ചോളൂ. റിട്ടയർഡ് പ്രിൻസിപ്പൾ ആണ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ. സോ ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി മാം ഇൻവൈറ്റ് ചെയ്യാൻ. മാം പ്ലീസ് വെൽക്കം മാം. മാം മ്യൂട്ടാണ്. സോറി. താങ്ക് യു ഓൾ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അവസരം തന്ന ജഗദീശ്വരനും എൻ്റെ മാതാപിതാക്കൾക്കും ഈ പ്രപഞ്ച ശക്തിക്കും അതോടൊപ്പം തന്നെ എൻ്റെ ഹസ്ബൻഡിനും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് വളരെ ആപ്റ്റായിട്ടുള്ള ഒരു ദിവസമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഒന്ന് ടീച്ചേഴ്സ് ഡേ, അടുത്തത് സസ്പെൻസ് ആയിട്ട് അവിടെ ഇരിക്കട്ടെ, ഞാൻ പറയാം. തീർച്ചയായിട്ടും എന്റെ സ്റ്റോറി പറയുകയാണെങ്കിൽ, ഞാൻ കേൾക്കാമല്ലേ? കേൾക്കാമോ? ഓക്കെ ഓക്കെ മാം, പറഞ്ഞോളൂ. കോട്ടയം ജില്ലയില് പാല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കരൂർ എന്ന് പറയുന്ന പഞ്ചായത്തിലെ ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. ഞാൻ 67 ജനിച്ച വ്യക്തിയാണ്. അപ്പം ഇതിനകത്ത് 67കാരൊക്കെ വളരെ കുറച്ച് പേരെ കാണുള്ളായിരിക്കും എന്നുള്ള കാര്യം സ്പഷ്ടമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ ജനിച്ചപ്പോൾ നമുക്ക് ഒത്തിരി പോരായ്മകളും ഇല്ലായ്മകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. ദൈവത്തിന്റെ കരുണ കൊണ്ട് ഇത്രയൊക്കെയൊന്നും ആയതെന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആ കാലത്തെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ അമ്മ ജോലിക്ക് പോവുകയായിരുന്നു. എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയാണ് എന്നെ വളർത്തിയത് കൂടുതലായിട്ട്. ഇപ്പം അവരെന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും എപ്പോഴും ഒരു മുതലാളിയുടെ വീട്ടിൽ, അല്ലെങ്കിൽ മേലാളന്മാരുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഒരു തമ്പുരാക്കന്മാരുടെ വീട്ടിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരായിരുന്നു. അപ്പം തീർച്ചയായിട്ടും ഭക്ഷണ സാധനത്തിനൊന്നും ഒരു കുറവുമില്ല. നമ്മൾ എല്ലാവരും പഞ്ഞവും പട്ടിണിയും ഒക്കെ അറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പഞ്ഞവും പട്ടിണിയുടെ ഒന്നും ഒരാവശ്യം ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഭക്ഷണമുണ്ട്, പക്ഷെ ചിലപ്പോൾ കറിയൊക്കെ ഇത്തിരി കുറവായിരിക്കുന്നു മാത്രം. ചമ്മന്തിയോ അല്ലെങ്കിൽ മുളക് പൊട്ടിച്ചതോ അല്ലെങ്കിൽ മുറ്റത്ത് നിൽക്കുന്ന ചീനിയിലെ മുളക് പൊട്ടിച്ചതൊക്കെ ആയിരിക്കാം. അതിനൊക്കെ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പം അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വളർന്ന എൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു 30 മിനിറ്റ് നടന്നു പോകേണ്ട ഒരു സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ അന്നത്തെ കാലമായതുകൊണ്ട് അവിടെ ഒത്തിരി ഇവനൊരു അയിത്തം അല്ലെങ്കിൽ അനാചാരം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളൊക്കെ ആ ടൈമിലൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ. കാരണം എന്താന്ന് ചോദിച്ചാൽ ആ കാലങ്ങളിലൊക്കെ നമുക്ക് വലിയവരുടെ അല്ലെങ്കിൽ മുതലാളിമാരുടെ വീട്ടിൽ നിന്നൊന്നും നമുക്ക് വെള്ളം കോരുവോ അല്ലെങ്കിൽ അവരുടെ പാത്രത്തിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനൊന്നും തരുന്ന ഒരു കാലഘട്ടമൊന്നും അല്ലായിരുന്നു. അതൊക്കെ ശരിക്കും അനുഭവിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഈ സമയത്ത് ഭക്ഷണം ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ല. പിന്നെ എൻ്റെ അമ്മ കൂടെ ഇല്ലായിരുന്നു, വല്യപ്പനും വല്യമ്മയായിരുന്നു എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു. പക്ഷെ പഠിക്കുമെന്ന് പറഞ്ഞാലും എന്നെ പഠിപ്പിക്കുന്ന രണ്ട് സാറന്മാരുടെ ഒരു കാര്യം എന്താണ് വിരലി വെക്കുക മാമ? എന്താ വിരലി വെക്കുക? എന്തോ സംഭവം ഉണ്ടല്ലോ അവിടെ, ഒരു ഭാഗം അടഞ്ഞിരിക്കുന്ന പോലെ. ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ. അപ്പോൾ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഞാൻ എത്രമാത്രം നല്ല രീതിയിൽ പഠിച്ചാലും എനിക്ക് ഫസ്റ്റ് കിട്ടത്തില്ല. കാരണം എന്നാന്ന് ചോദിച്ചാൽ എന്നെ പഠിപ്പിക്കുന്ന ഹെഡ് മിസ്ട്രസിന്റെയും അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള ജസ്റ്റ് താഴെയുള്ള മുതിർന്ന സാറിന്റെയും മക്കൾ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ തൊട്ട് തന്നെ നമുക്ക് മനസ്സിലൊരു വെയിറ്റ് വരുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം പഠിക്കുന്ന സമയത്ത് നമുക്ക് നല്ല മാർക്കൊന്നും കിട്ടാതെ, കാരണം സാറന്മാരുടെ മക്കൾക്കായിരിക്കുമല്ലോ അന്നത്തെ കാലങ്ങളിൽ മാർക്ക് പോകും. അപ്പൊ എനിക്ക് 2 പിള്ളേരായിരുന്നു, കൂട്ടുകാരുണ്ടായിരുന്നു. അപ്പം ആ ഒരു കാലഘട്ടത്തിലെ ഒരു
ചിന്തിച്ച് നോക്കുമ്പോൾ എനിക്ക് പുറകോട്ട് നിൽക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർക്കാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ, നല്ല മഴ സമയത്തൊക്കെ ഞങ്ങള് നടന്നാണ് പോകുന്നത്. ഒരു പാടത്തിന്റെ വരമ്പിൽ കൂടിയൊക്കെ നടക്കണം. അപ്പൊ അവിടെ വെള്ളം, മീൻ ഇവയൊക്കെ കാണും. അതിനെയൊക്കെ ഒന്ന് കണ്ട് പിടിച്ചൊക്കെ ആയിരിക്കും ചിലപ്പം ചെല്ലുന്നത്. ഒരു ദിവസം ഭയങ്കര മഴയായിരുന്നു. ആ മഴയുടെ സമയത്ത് നമുക്ക് ആ 2 കുട്ടികൾക്കും കുടയില്ല. ഒന്നെങ്കിൽ ചേമ്പല, അല്ലെങ്കിൽ വാഴയുടെ ഇലയൊക്കെ ചൂടിക്കൊണ്ടാണ് അവര് ആ സമയത്ത് നടന്നത്. എനിക്ക് മാത്രം കുടയുണ്ട്. ഭയങ്കര മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ആ കുടക്കീഴിൽ കേറാൻ പറ്റത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിന്ന് വളരെ താമസിച്ചാ സ്കൂളിൽ ചെന്നത്. അപ്പൊ അസംബ്ലി ആയിരുന്നപ്പോ അങ്ങ് ചെന്ന് നമ്മൾ സ്റ്റെപ്പ് കയറുകയും 3 പേരും ഇങ്ങോട്ട് കൈ നീട്ടിക്കോളാൻ പറഞ്ഞു. 2 അടി വെച്ച് കൈയുടെ ഉള്ളംകൈയില് കിട്ടിയിട്ടുണ്ട്. എന്താ കാരണം എന്നൊന്നും ചോദിച്ചില്ല. അതിന് ശേഷമാണ് അവര് കാരണങ്ങളൊക്കെ അന്വേഷിക്കുന്നത്. എന്നാലും കുടയുള്ളയാളിന് വരാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചിട്ടാണ് എനിക്ക് അടി കിട്ടിയത്. പക്ഷെ എന്റെ ചെറുപ്പകാലത്തിൽ എനിക്കുണ്ടായിട്ടുള്ള ഒരു മുറിവായിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ ആ ടൈമിലെന്ന് പറഞ്ഞാല് ഞാൻ താമസിക്കുന്ന പറമ്പിലൊക്കെ പാടത്തല്ലാതെ തന്നെ ആ കാലഘട്ടങ്ങളിലൊക്കെ നാം താമസിക്കുന്ന പറമ്പിലൊക്കെ നെല്ല് വിതയ്ക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. നല്ല പാട്ടൊക്കെ പാടി ഒത്തിരി ആൾക്കാർ ലൈനായിട്ട് നിന്ന് നെല്ലൊക്കെ വിതയ്ക്കുമായിരുന്നു. അതിലൊക്കെ ഒത്തിരി സന്തോഷിച്ചിട്ടൊക്കെ ഉണ്ട് ഞാൻ. കാരണം ഇന്നിപ്പം നമ്മൾ കൊച്ചൻ അതിലെ ഓടി നടക്കുകയും ഒത്തിരി ആസ്വദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴാണ് അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയുന്നത്. പിന്നെ ആ കാലഘട്ടത്തില് ഒരു മാമ്പഴം ഒക്കെ, മാവൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ എന്ന് വെച്ചാൽ എന്താന്ന് ചോദിച്ചാൽ ഒരു 5 മണിക്കേറ്റ് മാമ്പഴമൊക്കെ പെറുക്കാൻ പോകുമായിരുന്നു. അതൊക്കെ വളരെ നല്ല നല്ല ഓർമ്മകളായിട്ട് ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ 4ാം ക്ലാസ് വരെയുള്ള പഠിത്തമൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1.5 മണിക്കൂർ നടന്നു പോകേണ്ട ഒരു സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ 7ാം ക്ലാസ് വരെ പഠിച്ചു. ആ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് അവിടെ ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു. പക്ഷെ അത്ര ഒരു ഫസ്റ്റ് ഒന്നും അല്ല, എന്നാലും സെക്കൻഡ്, തേർഡ് എന്ന് പറഞ്ഞ രീതിയിലൊക്കെ നമ്മൾ നിൽക്കും. ചിലപ്പം ഫസ്റ്റ് വരും. ആ രീതിയിലൊക്കെ ചെയ്തു. ആ ടൈമില് ടീച്ചേഴ്സിനൊക്കെ വലിയ കാര്യമായിരുന്നു. എങ്കിലും ആ സമയത്ത് എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വേദന എന്താന്ന് ചോദിച്ചാല്, അന്ന് ഹെഡ് മിസ്ട്രസ് എന്നോട് സ്കോളർഷിപ്പ് എഴുതിക്കോളാൻ പറഞ്ഞായിരുന്നു. സ്കോളർഷിപ്പിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പം അന്ന് എന്റെ ഒരു അറിവില്ലായ്മ കൊണ്ടും അതിന്റെ പുസ്തകമൊക്കെ വാങ്ങിക്കണ്ടേ, അതിന് ഒത്തിരി പൈസയൊക്കെ ആകുമല്ലോ എന്നോർത്ത് എന്തോ ഞാൻ അതിനൊക്കെ റിജക്ട് ചെയ്തു. അതും ഒരു ഓർമ്മയായിട്ട് എന്റെ മനസ്സിൽ ആ ടൈമിൽ നിൽക്കുന്നു. അതിനുശേഷം ആ പഠിത്തവും കഴിഞ്ഞു. പിന്നെ ഞാൻ 5 കിലോമീറ്റർ ദൂരെ ബസ്സിൽ പോകണ്ട, പാലായിൽ. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും പാലാന്ന്, കേൾക്കാതിരിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പം പാലായിൽ വന്നാണ് പഠിക്കുന്നത്. ഈ പഠിക്കുന്ന സമയം എന്ന് പറഞ്ഞാല് അത് വളരെ 1500, 2000 പിള്ളേരൊക്കെ അന്നത്തെ കാലത്ത് പഠിക്കുന്ന സ്കൂളാണ്. വലിയ വലിയ ഒരു വലിയ സ്കൂളാണ്, സെന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂൾ പാല. അവിടെ ഞാൻ പഠിച്ചു. ഹോസ്റ്റലിലൊക്കെ നിന്നാണ് പഠിച്ചത്. 10th ആയപ്പോഴത്തേക്കും അമ്മ എന്നെ ഹോസ്റ്റലിൽ നിർത്തി, നല്ല മാർക്ക് മേടിക്കട്ടെ എന്നും പറഞ്ഞു. അപ്പോൾ ആ ഹോസ്റ്റലിൽ നിൽക്കുന്ന ടൈമിൽ എന്താന്ന് ചോദിച്ചാല് ഓർമ്മയിൽ വരുന്നത്, നമ്മളൊരു പാവപ്പെട്ട കുട്ടിയായതുകൊണ്ട് അന്നൊക്കെ ഒത്തിരി പണക്കാരൊക്കെയാണ് അന്ന് ഹോസ്റ്റലിൽ നിൽക്കുന്നത്. അതായത് നമ്മുടെ പാലായിലെ 2 എന്താണ് സിനിമാ തിയേറ്ററിന്റെ ഒക്കെ ഉടമയും ബസിന്റെ ഉടമകളുടെ മക്കളൊക്കെ ആയിരിക്കും അവിടെ. എല്ലാരും വലിയ വലിയ മക്കളാണ്. കാരണം അന്നൊക്കെ എ ഡിവിഷൻ മാത്രമേ ഇംഗ്ലീഷ് മീഡിയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവിടുത്തെ കുട്ടികളൊക്കെ, ആ ഒരു ക്ലാസ്സിലെ കുട്ടികളൊക്കെയാണ് കൂടുതലും നിൽക്കുന്നത്. പക്ഷെ എന്റെ അമ്മ പരിമിതമായ പൈസ കൊണ്ട് ഞാൻ നന്നായിട്ട് പഠിക്കട്ടെ എന്നോർത്ത് എന്നെ ഹോസ്റ്റലിൽ നിർത്തി. അപ്പം നമ്മുടെ ഹോസ്റ്റലിൽ ഇടുന്ന ഡ്രസ്സും മറ്റും ഒക്കെ അന്ന് എനിക്ക് അമ്മയുടെ സാരി തുന്നിയുള്ള ഡ്രസ്സൊക്കെ ആയിരുന്നു തന്നിരുന്നത്. അപ്പം മറ്റുള്ള കുട്ടികളൊക്കെ നല്ല ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ടും ഒരു മോശമായിട്ടും ഒക്കെ തോന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. പിന്നെ അങ്ങനെ 10ാം ക്ലാസ് 82-ല് ഞാൻ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി തന്നെ പാസ്സായി. പിന്നെ തൊട്ടടുത്ത് തന്നെയാണ്, പാലായിൽ നിന്നും ഒരു 2-3 കിലോമീറ്റർ, 3 കിലോമീറ്റർ ഇല്ലെന്ന് തോന്നുന്നു, അൽഫോൻസ കോളേജ് പാല, എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു. അവിടെയാണ് പഠിച്ചത്. 84-ല് പ്രീ ഡിഗ്രി പാസ്സായി. ആ ടൈമിലാണെങ്കിലും ആ ടൈമിൽ എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പ്രീ ഡിഗ്രിക്ക് സെക്കൻഡ് ഇയർ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഹെപ്പറ്റൈറ്റിസും അതുപോലെ തന്നെ അമീബിക് ഡിസെൻട്രി ഒക്കെ കൂടി ഒന്നിച്ചു വന്നു. അത് വളരെ സീരിയസ് ആയി പോയായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ വളരെ പ്രശസ്തമായിട്ട് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടുവൈദ്യം ഉണ്ടായിരുന്നു. അവിടുന്നാണ്, ആ നാട്ടുവൈദ്യന്റെ അടുത്ത് നിന്നായിരുന്നു ആദ്യം മരുന്നൊക്കെ വാങ്ങി തന്നത്. പക്ഷെ അതങ്ങോട്ട് ഇത്തിരി ഡിസെൻട്രി ഒക്കെ ആയതുകൊണ്ട് കൂടിപ്പോയി. പിന്നെ
അപ്പം ആരോ എൻ്റെ അച്ഛനോട് പറയുകയാണ്, നിന്റെ മകള് വളരെ സീരിയസ് ആയിട്ട് മറ്റേ കിടക്കുവാണ്, നീ എന്നെ കാണാൻ പോകുന്നില്ല എന്ന് എൻ്റെ അച്ഛനോട് ചോദിക്കും. അങ്ങനെ എന്തോ മനസ്സ് വിലക്കിച്ച്, അല്ലെങ്കിൽ ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലാതെയോ ഒക്കെ എന്തോ എന്നായാലും എന്നെ വന്ന് കണ്ടു. ഉടനെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഒരു 2 ആഴ്ചയോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടന്ന് എൻ്റെ അസുഖമൊക്കെ മാറി. അതിനുശേഷം ഡിസ്ചാർജ് ചെയ്ത് എൻ്റെ അച്ഛൻ എന്നെ അച്ഛൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അച്ഛൻ്റെ സ്നേഹം എന്താണെന്നൊക്കെ അറിയുന്നത്. എൻ്റെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷെ അത് ഭയങ്കരമായിട്ടും ഉള്ളിൽ വെക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കാര്യം പറഞ്ഞാല് നാട്ടിലെ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനും ഒക്കെ ആയിരുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും ഒക്കെ ആക്റ്റീവായിട്ട് സജീവമായിട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആ ഒരു സ്നേഹം എന്താണെന്നുള്ളത് ശരിക്കും സത്യം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. എങ്കിലും ഒരു ദുഃഖവും വിഷമവും അറിയാതെ എൻ്റെ അമ്മ എന്നെ വളർത്തിയത് കാരണം എനിക്ക് ഇന്ന് ഈ നിലയിലൊക്കെ റിട്ടയർ ആകാനൊക്കെ സാധിച്ചു എന്നുള്ളതാണ് സത്യം. അങ്ങനെ എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് അത് മാറി. ഡിഗ്രിക്ക് പഠിച്ചു. ഡിഗ്രിക്ക് പഠിച്ച് ആ ടൈമിലേക്കുമാണ് പിന്നെ ആ സമയത്താണ് 84-ലാണ് എൻ്റെ അനിയത്തി കൊച്ചുണ്ടാകുന്നത്. അപ്പം അത്രയും ഒരു ഏജ് ഡിഫറൻസ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. അപ്പം അങ്ങനെ അവളായി. പിന്നെ ഞാൻ എന്താണേലും എൻ്റെ അച്ഛൻ്റെ കൂടെ കൂടിയത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ നിലയിൽ എപ്പോഴും ഇരിക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛനോട് ഒരു സാറ് പറഞ്ഞു, അതായത് എന്നെ പഠിപ്പിച്ച ഹെഡ് മിസ്ട്രസിന്റെ ഹസ്ബൻഡ് പറഞ്ഞു, നിനക്ക് മോക്ക് എൻട്രൻസിന് എഴുതാൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വയ്യായിരുന്നോ എന്ന് ചോദിച്ചു. എനിക്ക് തോന്നുന്നു അന്ന് കോട്ടയമാണോ പാലയാണോ എന്ന് എനിക്ക് അത്രയും ഓർമ്മയില്ല. അവിടം വരെ എൻ്റെ നാട്ടിൽ നിന്നും നടന്നു വന്നാണ് എൻ്റെ അച്ഛൻ ആപ്ലിക്കേഷൻ വാങ്ങിച്ചത്. അങ്ങനെ നടന്നു വന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു. അന്നത്തെ നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് ഈ പറഞ്ഞതുപോലെ ഞാൻ ആദ്യത്തെ പ്രാവശ്യം MBBS മാത്രമേ വെച്ചിട്ടുള്ളൂ. ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അത് പറഞ്ഞത്. അപ്പൊ MBBS മാത്രം വെച്ചത് കിട്ടിയില്ല. അപ്പം പിന്നെ ആ വർഷം ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് അൽഫോൻസ കോളേജിൽ ചേർന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എൻട്രൻസ് എഴുതി. രണ്ടാമത്തെ പ്രാവശ്യം എൻട്രൻസ് എഴുതിയപ്പോഴത്തേക്കും എനിക്ക് മെഡിസിന് കിട്ടിയില്ല, BSc നഴ്സിംഗിനാണ് കിട്ടിയത്. ഈ BSc നഴ്സിംഗിന് കിട്ടി എന്ന് കേട്ടപ്പം തന്നെ സത്യം പറഞ്ഞാല് എൻ്റെ അമ്മയുടെ ആഗ്രഹം ശരിക്കും എന്നെ ഒരു ഡോക്ടറാക്കാന്നുള്ളതായിരിക്കാം. എങ്കിലും കിട്ടിയപ്പോഴേ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, അതിനാണോ കിട്ടിയത് എന്ന് ചോദിച്ചു. അമ്മ ഒരു ഹോസ്പിറ്റലിലെ സ്റ്റാഫുമാണ് കേട്ടോ ആ സമയത്ത്. അപ്പം ഇതിനാണോ കിട്ടിയത്? അതെന്റെ മനസ്സിൽ എപ്പോഴും അങ്ങനെ ഒരു മുള്ളായിട്ട് ഇങ്ങനെ തറഞ്ഞു കിടന്നിരുന്നു. അപ്പം തീർച്ചയായിട്ടും എന്താണെങ്കിലും BSc നഴ്സിംഗിന് പോയി. അപ്പം 86-90 കാലഘട്ടം അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജില് നഴ്സിംഗ് കോളേജില് വളരെ ഗംഭീരമായിട്ട് നഴ്സിംഗ് പാസ്സായി. 90-ല് നഴ്സിംഗ് പാസ്സായി. 90 പാസ്സായിട്ട് ഉടനെ തന്നെ എൻ്റെ അച്ഛന് വലിയൊരു ആഗ്രഹമായിരുന്നു ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ അവിടുന്ന് ഞാനും അച്ഛനും കൂടെ പാസ്സായി കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി ശേഷം 90-ല് AKG മെമ്മോറിയൽ ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ പോയി വർക്ക് ചെയ്യുവാണ്. ഒരു വർഷം 1.5 വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തു. 1000 രൂപയ്ക്കാണ് ഞാൻ അന്ന് വർക്ക് ചെയ്തത്. 1000 രൂപയാണ് ഒരു നഴ്സിംഗ് ട്യൂട്ടറിന്റെ സാലറി. എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ, പഠിച്ചിറങ്ങിയതല്ലേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് അതാണ് കിട്ടിയത്. അങ്ങനെ പോയി വർക്ക് ചെയ്തു. അവിടെ ഇരുന്നപ്പോഴും പിന്നെ എനിക്കൊരു ഭാഗ്യം ഉണ്ടായത് എന്നാന്ന് ചോദിച്ചാൽ പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ PSCക്ക് ആപ്ലിക്കേഷൻ വിളിച്ചായിരുന്നു. അപ്പം രജിസ്ട്രേഷന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ചെന്ന് വാങ്ങിച്ചാണ് ശരിക്കും ഞാൻ കൗൺസിലിൽ ചെന്ന് വാങ്ങിച്ചാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു. അതിന് ദൈവം സഹായിച്ച് എഴുത്ത് പരീക്ഷയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഇന്റർവ്യൂ ആയിരുന്നു. ഇന്റർവ്യൂവിൽ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. അങ്ങനെ ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഗവൺമെന്റിൽ സ്റ്റാഫ് നേഴ്സ് ആയിട്ട് കയറി. അതായത് എറണാകുളം മഹാരാജാസ് ഹോസ്പിറ്റൽ പള്ളുരുത്തിയിൽ സ്റ്റാഫ് നേഴ്സ് ആയിട്ട് കയറി. അവിടെ ഒരു 2-2.5 വർഷത്തോളം വർക്ക് ചെയ്തപ്പോഴത്തേക്കും BSc നഴ്സിംഗ് ഉള്ളവരെ ടീച്ചറാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നഴ്സിംഗ് ട്യൂട്ടറാക്കാൻ വേണ്ടിയുള്ള പ്രൊമോഷനുള്ള പേപ്പർ വന്നു. അവിടുത്തെ ഓഫീസിലെ സാറന്മാർ നല്ലതായതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് തന്നു. അങ്ങനെ ഞങ്ങൾ സർവീസിലുള്ള ഒരു 3 പേര്, എൻ്റെ ഒരു കൂട്ടുകാരി, ഇപ്പം പഠിച്ച കുട്ടിയും വേറൊരു കുട്ടിയും കൂടെ, ഞങ്ങൾ 3 പേർക്ക് അപ്പോയിന്റ്മെന്റ് ആവുന്നു. അപ്പോയിന്റ്മെന്റ് ആയി. സ്കൂളിൽ ഞങ്ങൾ 2 പേര് വർക്ക് ചെയ്തു. ഒരു കുട്ടി അതിന്റെ ഇടയ്ക്ക് കോളേജിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ 3 പേരുടെ യാത്ര അവിടെ തുടർന്നു.
അങ്ങനെ എനിക്ക് ആദ്യം നഴ്സിംഗ് ട്യൂട്ടറായിട്ട് കിട്ടുന്നത് പാലക്കാടാണ്, പെരിങ്ങോട്ടുകുറിശി, തിരുവല്യാമല അടുത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കുഴൽമന്നത്ത് ഇറങ്ങിയിട്ട്, അറിയാവുന്നവർക്കറിയാം, പാലക്കാട് കുഴൽമന്നം ഇറങ്ങിയിട്ടാണ് പെരിങ്ങോട്ടുകുറിശിക്ക് പോകുന്നത്, തിരുവല്യാമല ഒക്കെ. അവിടെയും എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് 93-ൽ. എൻ്റെ മാരേജ് കഴിയുന്നത് 93-ലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം അതിലും വളരെ പ്രധാനമുള്ളതാണ്. എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആണ് ശരിക്കും ഇന്ന്. അതൊരു ഭയങ്കര ദുഃഖമായിട്ട് തന്നെ മനസ്സിലുണ്ട് ഇപ്പോഴും. എന്നാലും എനിക്ക് ഇന്നത്തെ ദിവസം ഇവയൊക്കെ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനും അല്ലെങ്കിൽ എൻ്റെ മനസ്സ് തുറക്കാനൊക്കെ സാധിച്ചതിൽ ഞാൻ ജഗദീശ്വരനെന്ന് പറയുകയാണ്. അങ്ങനെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞു. നമ്മൾ തന്നെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാനൊക്കെ കയറി. ഈ വർക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിക്ക് കയറി. അവിടെ എന്ന് പറഞ്ഞാൽ അന്നൊക്കെ അത് ഞാൻ കയറിയത് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കാനാണ്. അവിടെ അങ്ങ് പാലക്കാട് നമ്മൾ പിള്ളേരെയൊക്കെ കൊണ്ടുപോയി വിടുകയും ഡെയിലി പോവുകയും ഒക്കെ ചെയ്യണമായിരുന്നു. കണ്ണൂരാണേലും അങ്ങനെയായിരുന്നു, പോവുകയൊക്കെ ചെയ്യണം. ഒത്തിരി കഷ്ടപ്പാടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കല്യാണം കഴിഞ്ഞല്ലോ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത ആവശ്യം എന്ന് പറയുന്നത് ഒരു കുട്ടി ഉണ്ടാകുക എന്നുള്ളതാണ്. കുട്ടി ഉണ്ടാവാൻ എനിക്ക് പറഞ്ഞ പോലെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു 4 വർഷം കഴിഞ്ഞിട്ടാണ് എൻ്റെ മോൻ ജനിക്കുന്നത്. 93 കല്യാണം കഴിഞ്ഞു, 97 നവംബറിലാണ് അവൻ ജനിക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ വേണ്ടിയൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോട്ടയത്തേക്ക് ട്രാൻസ്ഫറിന് കൊടുത്തപ്പോഴത്തേക്ക് ഞാൻ ഇപ്പോഴും ഓർക്കുവാണ്. എൻ്റെ ഹസ്ബൻഡ് വന്ന് പറഞ്ഞത്, VM സുധീരൻ സാറായിരുന്നു അന്നത്തെ ആരോഗ്യമന്ത്രി. എടോ ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്, അതിനൊക്കെ ട്രാൻസ്ഫർ തരാൻ പറ്റുമെന്ന് സാറ് വളരെ തമാശ രൂപത്തിൽ ചോദിച്ചെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടാവും. എന്നാണേലും 96-ൽ എനിക്ക് ട്രാൻസ്ഫർ കിട്ടി. ഞാൻ കോട്ടയത്ത് വന്നു. പിന്നെ കോട്ടയത്ത് നിന്ന് ഒരിടത്തേക്കും പോകേണ്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം അവിടെ ഓരോ കസേര മാറി മാറിയിരുന്ന് ഞാൻ ഏറ്റവും അവിടുത്തെ വലിയ പദവിയായ പ്രിൻസിപ്പൽ പോസ്റ്റിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ്. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് 2007-2009 കാലഘട്ടത്തിൽ ഞാൻ MSc നഴ്സിംഗ് പഠിക്കാൻ പോയി. ഒരു സർവീസ് കോട്ടയൊക്കെ ആ ടൈമിലാണ് കിട്ടിയത്. പണ്ടത്തെ കാലത്ത് ചിലർ ഓർക്കാം എന്തുകൊണ്ട് നേരത്തെ പഠിച്ചില്ല എന്ന്. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ BSc നഴ്സിംഗ് കഴിഞ്ഞാൽ ഒരു വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ എക്സ്പീരിയൻസിന് ശേഷമേ നമുക്ക് ഹയർ സ്റ്റഡീസിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു ഭാഗം അങ്ങ് പെൻഡിങ് ആയിപ്പോയി. പക്ഷെ എനിക്ക് തോന്നുന്നു 42 ഇയേഴ്സ് ഉള്ളപ്പോഴാണെന്ന് തോന്നുന്നു ഞാൻ MSc പഠിച്ചത്. പക്ഷെ ഞാൻ പഠിച്ചപ്പോഴാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കിട്ടി. 7:30 to 7:30 ആണ് ഡ്യൂട്ടി. ചിന്തിക്കണം, നമ്മൾ രാവിലെ 7:30-ക്ക് കയറിയാൽ വൈകുന്നേരം 7:30-ക്ക് ഇറങ്ങത്തുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് ക്ലാസ്, അസൈൻമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ടൈമിൽ കഴിഞ്ഞിറങ്ങി വന്നാലും എനിക്ക് എൻ്റെ വീട്ടിൽ യാതൊരു പണികളും എടുക്കണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ വരുമ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് അടുപ്പയിൽ വെള്ളം തിളപ്പിച്ച് വെച്ചേക്കുമായിരിക്കും ഞാൻ കുളിക്കാൻ വേണ്ടി. അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഇവിടെ എടുത്തു പറയാനുള്ളത്. അതുകൊണ്ട് എനിക്ക് പഠിച്ചാൽ മാത്രം മതിയായിരുന്നു. കാരണം എനിക്ക് പഠിക്കാനും ഇഷ്ടമായിരുന്നു. ഞാൻ ഈ പിള്ളേരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, ഈ പഠിക്കാത്ത പിള്ളേരെ നമ്മൾ സ്പെഷ്യലായിട്ട് അറ്റൻഷനൊക്കെ കൊടുത്ത് പഠിപ്പിക്കുന്നത് കൊണ്ടൊക്കെ ആ പഠിത്ത കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് വലിയ തെറ്റില്ലാതെ നല്ല രീതിയിൽ ജോലിയൊക്കെ ചെയ്ത് പഠിച്ചു. ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ 2009 പാസ്സായി. തിരിച്ച് സ്കൂളിൽ വന്നു. പിന്നെ വൈസ് പ്രിൻസിപ്പൾ ആകുന്നു, പ്രിൻസിപ്പാൾ ആകുന്നു. തെറ്റില്ലാതെയൊക്കെ തന്നെ പോയി. കാരണം പിള്ളേരോട് നമ്മളധികം സ്നേഹത്തോടു കൂടി പെരുമാറുന്നത് കൊണ്ട് ഇനി അഥവാ അവരെ ഒന്ന് വഴക്ക് പറഞ്ഞാൽ പോലും ഒന്നും അത്ര വലിയൊരു പ്രശ്നവും കാര്യങ്ങളും ഒന്നും എൻ്റെ ടൈമിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. വഴക്കം പറയും, അതുപോലെ തന്നെ അവരെ സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ട് വലിയ തെറ്റില്ലാതെയൊക്കെ കാര്യങ്ങൾ അങ്ങ് നീങ്ങി എന്നുള്ളതാണ് സത്യം. ഒരു പ്രശ്നത്തിനൊന്നും പോകാതെ അങ്ങനെ പ്രിൻസിപ്പളായ സമയത്ത് ഒരു ലാസ്റ്റ് ഞാൻ റിട്ടയർ ചെയ്യുന്ന കാലഘട്ടമായപ്പോഴത്തേക്കും എനിക്ക് ഒരു 3 മാസത്തേക്ക് പെർമനന്റ് ക്ലർക്കില്ലാതെ വന്നതുകൊണ്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് ഒരു 1-2 മാസമൊക്കെ പോയി. അതായത് ഒരു 61 മുതലുള്ള ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ സ്കൂളിൽ ഇങ്ങനെ ഒരു മുറിയിൽ കൂടിക്കിടന്നുകൊണ്ട് അത് ഒരു വലിയൊരു പ്രോസസ്സാണ്. ഗവൺമെന്റ് ജോലി ഉള്ളവർക്കറിയാം. കണ്ടംനേഷൻ നടത്തണം. ഇരുന്ന പ്രിൻസിപ്പൽമാരൊക്കെ അത് മാറ്റി മാറ്റി വെച്ചിട്ടും. അപ്പം പിന്നെ ഞാൻ എന്തായാലും എൻ്റെ സമയത്ത് അതൊരു നടത്തി തന്നെ പോകാം. ഒരു ഓഡിറ്റിന്റെ ഒരു പേപ്പറായിട്ട് ഇങ്ങനെ പെൻഡിങ് പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പം അത് ഞാൻ തീർച്ചയായിട്ടും എന്താ വന്നാലും വേണ്ടിയല്ല, ഞാൻ നടത്തിയിട്ടേ പോകുള്ളൂ എന്നും പറഞ്ഞ് ഞാൻ ആ പ്രോസസ്സ് നടത്തി. അതായത്
61 സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ ചെമ്പുപാത്രങ്ങളാണ് കൂടുതലും. പണ്ട് കാലത്തെ പാത്രങ്ങൾ. ചെമ്പെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗവൺമെന്റിന് ഭയങ്കര നോട്ടമുള്ളതാണ്. കാരണം നമ്മൾ പൈസ എന്തെങ്കിലും കുറയ്ക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ഒരു ചിന്ത അവർക്ക് പോകാം. അത് അതിൻ്റെതായ പ്രോസസ്സിൽ ഞാൻ റിട്ടയർ ആകുന്നതിന് ഒരു 7 ദിവസം മുമ്പാണ് ഞാൻ ആ പ്രോസസ്സ് നടത്തിയത്. അതിന്റെ വർക്കും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സത്യം പറഞ്ഞാൽ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ എനിക്കന്ന് ഇരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. രാവിലെ ഞാൻ ചെയ്യേണ്ട ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് പോകും. പിന്നെ അദ്ദേഹം മക്കളുടെ കാര്യത്തിലൊക്കെ എല്ലാം ചെയ്ത് വലിയ തെറ്റില്ലാതെയൊക്കെ അങ്ങ് പോയി. അങ്ങനെ ഇരുന്ന കാലഘട്ടത്തിലാണ് ഈ സെപ്റ്റംബർ മാസം തന്നെയാണ് ഈ ഒരു 27-ാം തീയതിയാണ് എൻ്റെ ഹസ്ബൻഡിന് സിക്കാകുന്നത്. ഹസ്ബൻഡ് സിക്കായി. പിന്നെ ഞങ്ങളൊരു 3 മാസത്തോളം ഹോസ്പിറ്റലിലായിരുന്നു. സെപ്റ്റംബർ 27-ന് ഇറങ്ങിയിട്ട് ജനുവരി 1-ാം തീയതിയാണ് എല്ലാത്തിനും ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന് പറയുന്ന രീതിയിൽ ആ ഒരു സാഹചര്യം എനിക്കുണ്ടാകും. അപ്പോൾ എൻ്റെ ജീവിതത്തില് പഠിക്കുന്ന പിന്നെ ഈ പഠന കാലഘട്ടത്തില് അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, നിനക്ക് ഇതാണോ കിട്ടിയല്ലോ എന്നുള്ള ഒരു വാക്ക് എന്റെ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ എനിക്ക് PhD ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം ഒരു ഡോക്ടർ ആക്കി എന്റെ അമ്മയെ എനിക്ക് കാണിക്കണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. പക്ഷെ ഈ PhD ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും 6 മാസത്തെ കോഴ്സ് വർക്ക് ഉള്ളപ്പോൾ നമുക്ക് മാറി നിന്നാൽ സാലറി കിട്ടില്ല. സാലറി ഇല്ലെങ്കിൽ നമ്മുടെ കഞ്ഞൂടി നടക്കത്തില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ ആ കോഴ്സ് വർക്കിനൊന്നും പോയില്ല. എന്നാൽ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ചെയ്യാമല്ലോ എന്നൊക്കെ ഇങ്ങനെ ഓർത്തു. പിന്നെ ഞാൻ ഓർത്തു, എന്തിനാ ഞാൻ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് PhD ഒക്കെ ചെയ്യുന്നേ. കാരണം മക്കള് രണ്ടുപേരും ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളാണ്. പിന്നെ ഇപ്പൊ അമ്മ ഈ റിട്ടയർ ആയി കഴിഞ്ഞിട്ട് ഇതെല്ലാം എടുത്ത് തലയിലോട്ട് വെച്ചിട്ട് എന്താ കാര്യം, വേണ്ട ഇവിടെ കൊണ്ടങ്ങ് നിൽക്കാം എന്നൊക്കെ ഓർത്ത് പിന്നെ അതിനെപ്പറ്റിയൊക്കെ അവിടെയൊക്കെ അതൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ ഇതിന്റെ ഇടയ്ക്കൊന്നും ഫോറിനിൽ പോകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് സർവീസിൽ ഈ ചെറുപ്പത്തിൽ തന്നെ 93 തന്നെ ടീച്ചറായിട്ട് കയറിയത് കൊണ്ട് നമുക്ക് ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസ് മേടിച്ചൊന്നും പുറത്തു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഭാഗവും അവിടെ മുടങ്ങിപ്പോയി. അല്ലെങ്കിൽ നമ്മൾ അവധിയെടുത്തൊക്കെ പോകണമായിരുന്നു. അങ്ങനെയുള്ള പോകാനൊന്നും പറ്റിയില്ല. അതുകൊണ്ട് ആ ഒരു ആഗ്രഹങ്ങളും പെൻഡിങ്ങിലോട്ടൊക്കെ പോയി. പിന്നെ ഈ കാലഘട്ടങ്ങളിലൊക്കെ എൻ്റെ ഒരു അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഒത്തിരി അച്ചീവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ സർവീസിന്റെ ഉള്ള ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സർവീസ് സംഘടനയുടെ ഭാഗമായിട്ടും ഒക്കെ വലിയ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കൈകാര്യം ചെയ്യാനും, അതുപോലെ പല സ്റ്റേറ്റുകൾ, ഛത്തീസ്ഗഡ്, മിസോറാം, അതുപോലെ തന്നെ മണിപ്പൂര്, അങ്ങനെയുള്ള അങ്ങോട്ടുള്ള ഏരിയയിലുള്ള സ്ഥലങ്ങളൊക്കെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഓരോ ആനുവൽ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്തൊക്കെ ആയിട്ട് ഭോപ്പാൽ, മധ്യപ്രദേശ് ഇവിടെയൊക്കെ പോകാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കാണാനും ഒക്കെ സാധിച്ചു. പിന്നെ മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യാനും ഒരു ഏഷ്യൻ കോൺഫറൻസിൽ പേപ്പർ പ്രസന്റ് ചെയ്യാനും അങ്ങനെയൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ കോവിഡ് കാലഘട്ടങ്ങളിൽ നല്ല രീതിയിൽ ഹോസ്പിറ്റലുമായിട്ട് സപ്പോർട്ട് ചെയ്ത് എൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ സൂപ്പർവിഷനൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അങ്ങോട്ട് ചോദിച്ച് പോകുന്നതാണ് കേട്ടോ. കാരണം കോവിഡ് ടൈമിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ എന്നോർത്തുകൊണ്ട് മനസ്സിലിങ്ങനെ തേങ്ങിയിട്ട് ഞാൻ ചെന്ന് ചോദിച്ച് വാങ്ങിച്ച് ഞാൻ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്താ സപ്പോർട്ട് വേണ്ട, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് എന്നൊക്കെ അവരും ഒക്കെ ആയിട്ട് നല്ലൊരു കമ്പനി ആയിരുന്നത് കൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാനും ഒക്കെ പറ്റും. ആ സാറന്മാരും ഒക്കെ ആയിട്ട്. അങ്ങനെ എനിക്ക് നല്ല രീതിയിൽ എല്ലാത്തടത്തും വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ജീവിതത്തിലേക്ക് വരുമ്പോഴത്തേക്കും മക്കളുടെ കാര്യം പറഞ്ഞാല്, മക്കള് ഒരാൾ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നു. ഈ പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ സാലറി കുറവായതുകൊണ്ട് അതുകൊണ്ട് വലിയ പ്രയോജനം ഇപ്പം അവർക്ക് കുഴപ്പമില്ല. പക്ഷെ എന്റെ ടെസ്റ്റ് എഴുതി പാസ്സായാലേ പറ്റൂ. ഒരു ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം. മോന് BA ഇംഗ്ലീഷ് ആയിരുന്നു. അത് കഴിഞ്ഞു അന്നിപ്പോ ഒരു പുറത്തേക്കൊക്കെ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ അച്ഛന്റെ കാര്യമൊക്കെ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ അതങ്ങ് പെൻഡിങ് ആയി. പിന്നെ ഇനി എങ്ങനെയാകും എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഇപ്പോഴൊരു ഒരിത്തിരി പ്രശ്നത്തിലാണ്. സത്യം പറഞ്ഞാല് വേറൊന്നുമല്ല, എന്റെ ഹാർട്ടിന് എന്തോ ഒരു ശകലം പ്രശ്നമുണ്ടെന്നാണ് പറയുന്നത്. എന്നാന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ ഈ 30 വർഷത്തെ സർവീസിന്റെ ഇടയ്ക്ക് എന്റെ മാരേജ് കഴിഞ്ഞിട്ട് ഒരു 17-18 ദിവസം ഞാനൊരു ലോങ് ലീവ് എടുത്തിട്ടേ ഉള്ളൂ. അല്ലാതെ എന്റെ ജീവിതത്തിൽ ഞാൻ എന്റെ ഹസ്ബൻഡിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനോ അല്ലെങ്കിൽ എന്റെ ഒരു ആവശ്യത്തിനുമായിട്ടൊരു ജീവിതത്തിൽ ഒരു ലീവ് എടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ കഴിഞ്ഞ ഏപ്രിൽ 7-ാം തീയതി എനിക്കൊരു
ചെസ്റ്റിന് ഒരു ചെറിയൊരു ഡിസ്കംഫർട്ട് തോന്നി. ഹോസ്പിറ്റലിൽ പോയി. പെട്ടെന്ന് തിരിച്ചു പോരാവില്ല, അല്ലെങ്കിൽ നാളെ രാവിലെ മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്കാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ് ഞാൻ ജില്ലാശുപത്രി കോട്ടയത്ത്. പക്ഷെ അവരവിടുന്ന് ഉടനെ തന്നെ ആംബുലൻസിൽ കയറ്റി മെഡിക്കൽ കോളേജിൽ വിട്ടു. അവിടെ ഒരാഴ്ചയൊക്കെ കിടന്നിട്ടാ പോകുന്നത്. അതായത് എനിക്ക് ഹാർട്ട് ബീറ്റ് കുറവാണ്. ഞാനിപ്പോ ഒരു ഹാർട്ട് ബീറ്റ് 35-ലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുന്നത്. അതാണ് നമ്മുടെ ഭീമാജിക്കിന്റെയും നമ്മുടെ പ്രപഞ്ച ശക്തിയുടെ ഒക്കെ കഴിവെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഹാർട്ട് ബീറ്റ് 35 ഒരു വ്യക്തി ജീവിക്കത്തൊന്നുമില്ല ശരിക്കും. എന്തെങ്കിലുമൊക്കെ തലകറങ്ങി വീണും പെറുക്കിയും കുഴഞ്ഞു വീണും ഒക്കെ പോകാനാണ് സാധ്യത. ഈശ്വരൻ എന്നെ ഇപ്പോഴും നടത്തുന്നുണ്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞിട്ട് ഞാനൊരു 16 ഒരു മാസം കഴിഞ്ഞിട്ട് ജോലിക്ക് പോയാൽ മതിയല്ലോ എന്നോർത്ത് ഞാൻ എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം പുള്ളിക്കാരൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുമായിരുന്നു. ഒരു 11 മണിയായപ്പോൾ ഒരു കോള് വരുന്നു. അയ്യോ ഷൈലെ, വേഗം എണീറ്റ് വാ, ഇവിടെ ഇൻസ്പെക്ഷൻ നടക്കുവാണ്, സ്റ്റാഫ് ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ വേണ്ടാ വിലങ്ങിച്ച് പിന്നെ പോയി ജോയിൻ ചെയ്തു. അപ്പോൾ ആ ജോലിയിൽ ഇപ്പോഴും പോകുന്നു. കാരണം കഷ്ടപ്പെട്ട് 42 വയസ്സ് കഴിഞ്ഞ് MS നഴ്സിംഗ് പാസ്സായി കഴിഞ്ഞപ്പോൾ അതിന്റെ ഒരു പ്രയോജനം നമ്മൾ എടുക്കണ്ടേ എന്നും മനസ്സിലോർത്തു. പിന്നെ വീട്ടിലിരുന്നാൽ പിന്നെയും വീണ്ടും ഭയങ്കര വിഷമങ്ങളൊക്കെ ആയതും മക്കളും പറഞ്ഞു പോയിക്കോളാന്. അപ്പം സത്യം പറഞ്ഞാൽ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഈ 17-ാം തീയതി എനിക്ക് പേസ് മേക്കർ വെക്കുവാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ. എങ്ങനെയൊന്നും ആവുന്നൊന്നും അറിയില്ല. നന്നായിട്ട് തന്നെ വരുന്നുള്ള ഒരു പൂർണ്ണ ശുഭാപ്തി വിശ്വാസത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ജോലിക്ക് പോകുന്നുണ്ട്. സമയില് ഈ സ്വാശ്രയ നഴ്സിംഗ് കോളേജിൽ ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ 9 മണിക്ക് ചെന്ന് കയറി 4 മണി വരെ പിള്ളേരുടെ കൂടെ ഉണ്ടായിരിക്കും. പിള്ളേർക്ക് ക്ലിനിക്ക് ആണെങ്കിൽ ആ ഫുൾ ടൈം നമ്മൾ നിൽക്കണം. അങ്ങനെയുണ്ട്. അപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതി ഒന്നും അവിടെ ആരും നോക്കത്തില്ല. നമ്മൾ ജോലി ചെയ്യാൻ ചെന്നതാണെങ്കിൽ ചെയ്യണം. നല്ല രീതിയിൽ ജോലി ചെയ്യുന്നതിനൊന്നും എനിക്ക് മടിയില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ ജോലി ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം എന്റെ ജീവിതത്തിൽ നിന്നും കിട്ടിയ കുറച്ച് പാഠങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ കരുതി വെച്ചിരിക്കുന്നത്, അതായത് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്ഷമയുണ്ടായിരിക്കണം. ഇനി അഥവാ വീട്ടിൽ എന്തെങ്കിലും ഒരു ചർച്ചയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ സൈലൻസ് പാലിക്കാൻ, നമ്മൾ പല ക്ലാസ്സിലും സൈലൻസ് പഠിച്ചിട്ടുണ്ട്. സൈലൻസ് കാണിക്കാൻ റെഡി ആവണം. പിന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് എന്തെങ്കിലും മുൻകൂട്ടി വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് നേരത്തെ കുടുംബത്തിലെ കാര്യത്തിന് പ്രശ്നം ഉണ്ടാകാതെ പ്ലാൻ ചെയ്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകുക. പിന്നെ നമ്മുടെ വീട്ടുകാരെ കേൾക്കാൻ ശ്രമിക്കുക. അതിനെപ്പറ്റിയൊന്നും കൂടുതൽ പറയണ്ടല്ലോ. പ്രത്യേകിച്ച് കൊച്ചുമക്കളുള്ളവരോടാണ് ഞാൻ പറയുന്നത്. കാരണം കൊച്ചുമക്കളുള്ളവർ കുട്ടികൾ എന്തെങ്കിലും വന്ന് പറയുമ്പം എനിക്കിപ്പോ സമയമില്ലെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എൻ്റെ മോനാണെങ്കിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് കുളിച്ചോണ്ട് നിൽക്കുമ്പോഴൊക്കെ ആയിരിക്കും എന്നോട് വർത്താനം പറയുന്നത്. അപ്പൊ ആ സമയത്ത് എനിക്ക് കേൾക്കാൻ ഒരു താല്പര്യം ഞാൻ കാണിച്ചില്ലെങ്കിൽ പോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് എന്നോട് വഴക്കുണ്ടാക്കി. പിന്നെ കൊച്ചുങ്ങൾ അത് പറയാതെ വരും. പ്രത്യേകിച്ച് കൊച്ചു കുട്ടികളുടെ, കൊച്ചാണേലും വലുതാണേലും ഹസ്ബൻഡിന്റെ ആണേലും ആരുടെ ആണേലും നമ്മളൊരു നല്ല ലിസണർ ആകണമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ചെയ്യാം. പിന്നെ മക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഠിപ്പിക്കുക. എൻ്റെ മക്കൾ പറഞ്ഞത് ഈ ലോകത്തിൽ ഡോക്ടറും എഞ്ചിനീയറും മാത്രം മതിയെന്നാണ് ചോദിച്ചത്. അതുകൊണ്ട് ഡോക്ടറും ആയില്ല, എഞ്ചിനീയറും ആയില്ല, ഈ ഒരു പരുവത്തിലൊക്കെ ഇപ്പൊ ഇതിലൂടെ നടക്കുന്നു. അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് മാത്രം പഠിപ്പിക്കാൻ വിടുക. പിന്നെ നമുക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഏത് പ്രായത്തിലും നമുക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ളതൊരു സത്യമാണ്. അത് നമ്മുടെ സിന്ധുമാണോ റസാഖ് സാറും ഒക്കെ വളരെ വളരെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണെന്ന് നമുക്കറിയാം. പിന്നെ നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെക്കാളും താഴെയുള്ള ആൾക്കാരെ നമ്മൾ നോക്കണം. അവരെന്ത് കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. അപ്പം നമുക്ക് സന്തോഷം ഉണ്ടാകും, എനിക്കെന്ത് ഭാഗ്യം കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ നാം എല്ലാവരും ചെയ്യുന്ന ഇതാണ് ഭീമാജിക്കിന്റെ കൾച്ചർ. ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും അഫർമേഷൻസും ഒക്കെ ഡെയിലി ചെയ്യുക എന്നുള്ളത്. പിന്നെ നമ്മൾ റിട്ടയർമെന്റിന് ശേഷമാണെങ്കിലും നമുക്ക് ജോലിക്ക് പോകാൻ പറ്റുമെങ്കിൽ പോവുക. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ, നമുക്ക് റിട്ടയർമെന്റിന് ശേഷം സന്തോഷം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നാം ചെയ്യാനുള്ള കടമകളൊക്കെ, അതായത് നമ്മുടെ വീടാണേലും കാറാണേലും അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മുടെ റിട്ടയർമെന്റിന് ഒരു 2-3 വർഷം മുമ്പേ തന്നെ തീർത്ത് വെച്ചാൽ നന്നായിരിക്കും എന്നെന്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. ഞാനത് തീർത്തിട്ടില്ല. അപ്പം അതിൻ്റെതായ ഒരു ദുഃഖം എനിക്കുണ്ട് തന്നെ. അപ്പം അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉണ്ടാകരുതല്ലോ എന്നോർത്തൊന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ബഷീർ സാറൊക്കെ പറയുന്നത് പോലെ നമ്മൾ അത്യാവശ്യം ഒരു
ടൈം ഇൻഷുറൻസോ എന്തെങ്കിലും ഒക്കെ എടുത്തിട്ടാൽ നല്ലതായിരിക്കും. കാരണം ക്ലാസ്സുകളൊക്കെ കേട്ടതിൽ നിന്ന് കൊച്ചു പിള്ളേർക്കൊക്കെ നല്ലതാണ്. കാരണം ഇപ്പോഴത്തെ കാലത്ത് അതൊക്കെ നല്ലതായിരിക്കും. പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സിൽ വന്ന ഒരു പോയിന്റ് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. കൂടുതലായിട്ട് അറിയാൻ നമുക്ക് ബഷീർ സാറിനോട് ചോദിക്കാം. പിന്നെ നന്നായിട്ട് മറ്റുള്ളവരെ നാം സഹായിക്കണം. നല്ല വാക്കുകൾ സംസാരിക്കുക, അവർക്ക് സന്തോഷം കൊടുക്കുക. ഇപ്പോഴും ഞാൻ ഓർക്കുന്ന ഒരു വാക്ക് എന്നാന്ന് ചോദിച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ നഴ്സിംഗ് പഠിച്ചിറങ്ങിയ സമയത്ത് എംജി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ UR അനന്തമൂർത്തി സാറായിരുന്നു. ജ്ഞാനപീഠ അവാർഡ് നേതാവൊക്കെയാണെന്ന് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞൊരു 3 വാക്കുകളാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നത്. എ കൈൻഡ് വേർഡ്, എ ജെന്റിൽ ടച്ച് ആൻഡ് എ സ്മൈലിംഗ് ഫേസ്. എല്ലാ സമയത്തും നമുക്ക് ഉണ്ടാകണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് നമ്മൾ ഓർക്കണം. നമ്മൾ നല്ലൊരു വാക്കും നമ്മുടെ നല്ലൊരു തലോടലും ഒരു പുഞ്ചിരിക്കുന്ന മുഖമൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാരുടെ പകുതി വേദന നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. ഇത്രയൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ ഉള്ള കാര്യങ്ങൾ. സ്റ്റോറി ആയിട്ടാണോ ഞാൻ പറഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഭീമാജിക്കിന്റെ എൻ്റെ പേരിലുള്ള നന്ദി ഭീമാജിക്കിനോട് അറിയിക്കുന്നു. പിന്നെ ഈ ഭീമാജിക്കിൽ നിന്ന് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അതായത് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാനൊക്കെ എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് മരിച്ച സമയത്തും മറ്റുമൊക്കെ അത് ഉൾക്കൊള്ളാനും അതിനെ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ എനിക്കൊരു ഊർജം കിട്ടിയത് ഇതിൽ നിന്നുമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡും ഇതൊക്കെ എഴുതിയതിൽ നിന്നാണെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ ഒരു മച്ച്. സസ്പെൻസ് ഉണ്ടായിരുന്നല്ലോ, പറഞ്ഞില്ലേ? അതെ അതെ അതെ. എനിക്ക് ചെറിയൊരു ജോലിക്ക് അങ്ങോട്ട് കൂടി. ശീലാമ ഭയങ്കര ക്ലാസ് ഇട്ടോ. ഞാനിങ്ങനെ ഇരുന്ന് പോയി. ഞാൻ എന്റെ എല്ലാ പണിയും നിർത്തിയിട്ട് ഇത് തന്നെ. കാരണം ശീലാമാമിനെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഡൗൺ ടു എർത്ത് ആണ്. ഇത്രയും വലിയൊരു പോസ്റ്റില് നിന്നിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എപ്പോഴും ഞാൻ നോക്കും. വലിയൊരു പോസ്റ്റിലാണ് ശീലാമാം വർക്ക് ചെയ്തത്. എന്നിട്ടും അതിന്റെ ഒരു ജാടയില്ലാതെ വളരെ സിമ്പിളായിട്ട് എപ്പോഴും നല്ലൊരു പെരുമാറ്റം. എനിക്ക് മറക്കാൻ പറ്റില്ല. ശീലാമാനെ അന്ന് കണ്ടപ്പോ മുതൽ നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ താഴെ നിലയിൽ നിന്ന് വന്നിട്ട് ഈ ഇത്രയും വലിയ ഉയർന്ന പോസ്റ്റിൽ നിന്ന് റിട്ടയർഡ് ആയി പോയി വർക്ക് ചെയ്യുക. വേറൊരു കാര്യമുണ്ട്. ഞാൻ ഒരു 1.5 ലക്ഷം രൂപ പോസ്റ്റിൽ നിന്നാണ് റിട്ടയർ ആയത്. അപ്പൊ ഇപ്പം ചെയ്യുന്നത് 20,000 രൂപയിൽ താഴെ. ഇപ്പം ചെയ്യുന്നത് 20,000 രൂപയിൽ താഴെ. അതെ, എന്തായാലും മനസ്സുണ്ടല്ലേ പറ്റുള്ളൂ. അതിന് ഒരു മനസ്സുണ്ടല്ലേ നമുക്ക് പറ്റൂ. അതാണ് വേറൊരു വിഷയം. അതെ, ശരിയാണ്. ഏതായാലും നമുക്കൊക്കെ പറ്റിയ നല്ല പല അനുഭവങ്ങൾ അതിൽ നിന്ന് കിട്ടി ഈ ക്ലാസ്സിൽ. പ്രത്യേകിച്ചും ഇതിലുള്ള പുതിയ തലമുറയിലെ ആൾക്കാർക്കൊക്കെ അത് വലിയൊരു പാഠായിരിക്കും. ശീലാമാമിന്റെ ലൈഫ്. നീവ താങ്ക് യു മാം. താങ്ക് യു വെരി നമുക്ക് പറ്റിയത് മറ്റുള്ളവർക്ക് പറ്റരുതല്ലോ. അതെ അതെ. ഓക്കെ, എനിവേ മാമിന്റെ ഹെൽത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ ഫുൾ സെറ്റ് ആവട്ടെ. മാമിന്റെ മൈൻഡ് മാമിന്റെ കൂടെ ഉള്ളതുകൊണ്ട് മാം ഒരു പേടിയും പേടിക്കണ്ട. ഫുൾ സെറ്റ് ആയിട്ടിരിക്കും. ഓക്കെ, എനിവേ നെക്സ്റ്റ് സിന്ധു മാം. മാം ഞാൻ തന്നെ പറയാം. മൈ സ്റ്റോറി പറയാൻ വേണ്ടി വിളിച്ചപ്പോ എന്നോട് പറഞ്ഞ ഡയലോഗ് എന്തറിയോ? എന്ത് മൈ സ്റ്റോറി ആണോ കൂളായിട്ട് എന്ത് മൈ സ്റ്റോറിയാണ് ഞാൻ പറയണ്ട്? നമ്മളെ ജീവിതത്തിൽ എന്ത് അച്ചീവ്മെന്റ്സ് ആണ് പറയണ്ട്? ഞാൻ പറഞ്ഞു, നിങ്ങള് നേഴ്സായില്ലേ, നിങ്ങൾ അതായില്ലേ ഇതായില്ലേ, അതൊക്കെ ആവാൻ നിങ്ങള് കുറച്ച് ബുദ്ധിമുട്ടിണ്ടാവുമല്ലോ, അപ്പൊ അതൊക്കെ ഒന്ന് പറയും. അങ്ങനെ കൊറേ പറഞ്ഞപ്പോ പിന്നെ എന്നാ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ വന്ന്. പക്ഷെ വന്ന് പറഞ്ഞു കേട്ടു തുടങ്ങിയപ്പോഴോ എന്താ പറയണ്ടേ, നല്ലൊരു ജീവിത കഥയാണ്. അതിൽ ഇടയ്ക്ക് ഞാൻ ആ സസ്പെൻസ് കേൾക്കാൻ പറ്റില്ല. ഞാൻ അപ്പോഴേക്ക് വേറെ സ്ഥലത്തേക്ക് ഓടിപ്പോയി. അത് ഞാൻ സ്വകാര്യമായിട്ട് കേട്ടോണ്ട്. എന്തായാലും
നല്ലൊരു അനുഭവങ്ങളാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ ആലോചിച്ചത് എന്റെ അത്രയൊന്നും എന്തായാലും ചെറുപ്പത്തിൽ ആരും അനുഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. കാരണം കുറച്ചെങ്കിലും സുഖത്തില് ചെറുപ്പം മുതൽക്ക് ജീവിക്കാൻ പറ്റി. പിന്നെ അച്ഛന്റെ അടുത്തുനിന്നുള്ള ആ ഒരു ഇതും അങ്ങനത്തെ കുറച്ച് കേട്ടപ്പോ ഒരു ഫീലിംഗും തോന്നി. ഓക്കെ, താങ്ക് യു മാം. നല്ല ഒരു മൈ സ്റ്റോറിയാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സിന്ധു മാം. താങ്ക് യു സോ മച്ച്. എനിവേ നെക്സ്റ്റ് ആരാ വരുന്നേ? നല്ല പ്രസന്റേഷൻ ആയിരുന്നു ഷിലാമ. നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ബഷീർ സാറ് പറഞ്ഞതുപോലെ നല്ലൊരു നിലവാരത്തിൽ ഇരുന്നിട്ടും പിന്നെ വളരെ സിമ്പിളാ ശിലാമ. ഞങ്ങൾ എല്ലാരും കൂടി അന്ന് കോഴിക്കോട്ട് പരിചയപ്പെട്ട സമയത്തും അല്ലാതെയും ശിലാമാവുമായിട്ട് നന്നായിട്ട് അടുത്തിട്ടുണ്ട്. ശിലാമ വളരെ സിമ്പിളാ. ശിലാമ പറഞ്ഞതുപോലെ ഇത്രയും നല്ല സാലറി വാങ്ങിച്ചിട്ട് ഇപ്പം 20,000 രൂപയ്ക്ക് ജോലി ചെയ്യണമെങ്കിൽ നല്ലൊരു മനസ്സ് വേണം. ചിലര് ഒരു പിടുത്തമൊക്കെ പിടിച്ചിരിക്കും, എങ്ങനെ ഞാൻ ഇത്രയും സാലറി വാങ്ങിച്ച ആളാ, ഇനിയും താഴ്ന്ന എങ്ങനെയാ സാലറി വാങ്ങുക എന്നൊക്കെ. നല്ല മനസ്സിന്റെ ഉടമയാ, നല്ല ആളാ, നമ്മളുടെ അടുത്തറിയണം ആളെ. ഇപ്പം വന്നവർക്കൊന്നും അറിയില്ലായിരിക്കും, ഞങ്ങളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഞാനിങ്ങനെ ബഷീർ സാർ പറഞ്ഞ പോലെ കേട്ടിരിക്കുകയായിരുന്നു, അടുത്തെന്താണെന്ന്. പിന്നെ താങ്ക് യു. ഓക്കെ, ഇതിനകത്ത് താങ്ക് യു. ഒക്കെ ഓ ഒരു കാര്യം പറഞ്ഞു. പറയാൻ വിട്ടുപോയി. എന്റെ റിട്ടയർമെന്റിന്റെ അന്ന് നൈറ്റിലാണ് ഞാൻ നമ്മുടെ വിവാഹത്തിന്റെ എന്താ പ്രോഗ്രാമിന് വരുന്നത്. അതെ അതെ, അത് ഞാനൊന്ന് പറയണമെന്ന് വിചാരിച്ചായിരുന്നു മാം, ഞാൻ വിട്ടുപോയി. ശരിയാണത്. സത്യവാ. അന്നാ പെട്ടെന്ന് രണ്ടും ഒരു ദിവസമായിരുന്നല്ലേ ശീല മാം? ഇവിടുന്ന് രാത്രി കേറണ്ടേ? 31 അതെ 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 പിറ്റേന്ന് അന്ന് പെട്ടെന്ന് ശരിയാ 2 മണിക്കാണ് ട്രെയിൻ എന്ന് പറഞ്ഞു. ഏപ്രിൽ 29. അതെ അതെ അതെ. എന്നിട്ട് ഓടി അധികം നേരം വന്നിട്ട് മാമിന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും നമുക്ക് കാണാൻ പറ്റിയെന്നുള്ള തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് അതെ തോന്നി. അതെ 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 അതെ. പിന്നെ ഹസ്ബൻഡിന്റെ മരണം ഒരുപാട് 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 തളർത്തിയ ഒരാളാ. ശിലാമം ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് ആ സമയങ്ങളിലൊക്കെ. ഹസ്ബൻഡ് ഹോസ്പിറ്റലിലായിരുന്ന സമയത്തും പിന്നെ മരണം ഒരുപാട് പുള്ളിക്കാരത്തി ഒരുപാട് ഇതാക്കിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പൊ ഈ ഹാർട്ടിന്റെ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിഷമമൊക്കെ സ്ട്രെസ് ഇച്ചിരി കൂടിപ്പോയോന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം 3 ഒരുപാട് മാസം കണ്ടിന്യൂസ് നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കുക എന്ന് പറയുമ്പം ഇമ്പോസിബിൾ. പക്ഷെ മാമിന്റെ ഹസ്ബൻഡ് കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിന്നത് അത് കേട്ടപ്പോ തന്നെ നമുക്ക് സന്തോഷം തോന്നിയത്. അദ്ദേഹം വലിയ പ്രഭാഷണമൊക്കെ നടത്തുന്ന ആളായിരുന്നു. അതെ നല്ല പ്രഭാഷണമൊക്കെ നടത്തുന്ന ആളായിരുന്നു. വേറൊരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ എന്റെ ഹസ്ബൻഡാണ് രാവിലെ കട്ടൻ കാപ്പി ഉണ്ടാക്കി ഞങ്ങൾ 3 പേരെ എണീപ്പിക്കുന്നത്. എന്റെ അമ്മ വന്നാലും അമ്മയ്ക്ക് കൊണ്ടേ കൊടുത്തിട്ട് പറയും, അമ്മ എണീക്ക് കട്ടൻ കാപ്പി കുടിക്കാൻ പറയും. അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. താങ്ക് യു മാം. എല്ലാം നന്നായിട്ട് പോകട്ടെ. മോൾക്ക് ജോലിയായി അല്ലേ? മോൾക്ക് ജോലിയായി അല്ലേ? മോള് 20-21 ജോലിക്ക് കയറിയായിരുന്നു. പക്ഷെ പോസ്റ്റ് ഓഫീസ് ജോലി ആയതുകൊണ്ട് വലിയ ഗുണമില്ലെന്നേ, ശമ്പളമില്ല. ഓ മാഡം, സെൻട്രൽ ഗവൺമെന്റ് ജോലിയാണെന്നൊക്കെ നമുക്ക് പൈസ വേണ്ടേ? പൈസക്ക് അത് വേണം. അതുകൊണ്ട് ആ ജോലിയൊന്നും എനിക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല. വെറുതെ ++ ഉള്ള പിള്ളേരുടെ ഭാവി കളയാന്നുള്ളതേ അതിനകത്തുള്ളൂ ഞാൻ നോക്കിയിട്ട്. മോനിപ്പോ എങ്ങും പോയില്ലല്ലോ അല്ലേ? മോന് ഇനിയിപ്പോ എന്റെ ഒരു കാര്യങ്ങളൊക്കെ കഴിയാതെ അവൻ പോകത്തില്ല. പോകുന്നുണ്ടോന്നും അറിയത്തില്ല അവന്. ഇനിയിപ്പോ എന്റെ ആരോഗ്യസ്ഥിതിയൊക്കെ അറിഞ്ഞിട്ട് വേണം പോകാൻ. അതെ ശരിയാ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. എപ്പോഴും നന്നായിട്ടിരിക്കട്ടെ. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു, നല്ലൊരു സ്റ്റോറി ആയിരുന്നു. പ്രത്യേകിച്ച് തുടക്കം വളരെ ഒരു പ്രതിസന്ധികളൊക്കെ വന്നെങ്കിലും അത് ധൈര്യമായിട്ട് തരണം ചെയ്യാനും, അതുപോലെ തന്നെ സ്നേഹനിധികളായ അമ്മയും അച്ഛനും ഹസ്ബൻഡും ഒക്കെ എല്ലാവരുടെ സപ്പോർട്ടും ഒക്കെ കിട്ടാനുള്ള ഒരു ഭാഗ്യം കൂടി ഉണ്ടായതിൽ വളരെയേറെ സന്തോഷിക്കുകയാണ്. അതുപോലെ പല കാര്യങ്ങളും ശരിക്കു പറഞ്ഞാല് വളരെ ആത്മധൈര്യത്തോട് മുന്നോട്ട് നീങ്ങിയെങ്കിൽ ആ കാര്യം അതിന് ഗുണം ഉണ്ടായി എന്നുള്ളതാണ്. കേവലം ഒരു 1000 രൂപയിൽ സാലറിയിൽ തുടങ്ങിയിട്ട് 1.5 ലക്ഷത്തിലേക്ക് എത്തിച്ച ആ ധൈര്യത്തോടു കൂടിയുള്ള മുന്നേറ്റം വളരെയധികം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ടാണുള്ളത്. പിന്നെ പല പോസ്റ്റുകളിലും ഇരുന്നുള്ള
ടീച്ചറാകാനും പ്രിൻസിപ്പൾ ആകാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മറ്റുള്ള രോഗികൾക്കും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് സേവനം കൊടുക്കുക എന്നുള്ളതാണ്. സ്നേഹവും സന്തോഷവും മറ്റുള്ളവരുടെ ദുരിതം അകറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഒരു പ്രൊഫഷനാണ്. അതിൽ മുഴുവൻ സമയം 12 മണിക്കൂർ ജോലി ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ്. പിന്നെ ഡോക്ടറാകാൻ പറ്റിയില്ലെങ്കിലും ഡോക്ടർ ചെയ്യുന്നേക്കാൾ കൂടുതൽ പ്രവർത്തനം ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് വേണ്ടിയും സ്വന്തം കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് അവരുടെ കൂടെ അവരുടെ സംഘടനകളിൽ മുൻപന്തിയിൽ നിന്ന് മറ്റുള്ള പല സ്റ്റേറ്റുകളിലും ഏഷ്യൻ രാജ്യങ്ങളിലും പ്രബന്ധം കൊടുക്കാനൊക്കെ പറ്റിയത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് ലൈഫിൽ വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ നല്ല ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പം ഈ നമ്മളെ ബിമാജിക്കിൽ വന്നുകൊണ്ട് പലർക്കും ഞങ്ങളെ പറ്റി അറിയാനും നല്ലൊരു പെരുമാറ്റത്തിന്റെ ഉടമയും അതുപോലെ തന്നെ ബഷീർ സാർ പറഞ്ഞ പോലെ തന്നെ എളിമയോട് കൂടിയിട്ടുള്ള ഈ ജീവിതമാണ്. എല്ലാ ഐശ്വര്യങ്ങളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു മണി സർ. ഉണ്ണികൃഷ്ണൻ സർ. ഗുഡ് മോർണിംഗ് ഷീല മാം. മോർണിംഗ്. ഞങ്ങള് എന്നും വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിലും തീർച്ചയായിട്ടും മാം തിരിച്ചു വിളിക്കുന്നതായിരിക്കും, സോറി പറഞ്ഞുകൊണ്ട്. എന്തായാലും താഴ്ന്ന കിടയിലുള്ള ആളുകളെ കൂടെ ചേർത്ത് പിടിക്കാനും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തികളുടെ കൂടെ ഈ ബിമാജിക്കിൽ ഒരു അംഗമാകാനും പറ്റിയതിലും ആ എക്സ്പീരിയൻസുകൾ നമുക്ക് പ്രചോദനമാകാനും കഴിഞ്ഞതിൽ സന്തോഷം. ഞങ്ങളുടെ 1000 ദിന പരിപാടിയിലാണ് കോഴിക്കോട് വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റിയത്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. താങ്ക് യു മാം. താങ്ക് യു ഓൾ. ഹാപ്പി ആനിവേഴ്സറി ടീച്ചേഴ്സ് ഡേ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ഉണ്ണികൃഷ്ണൻ സർ. പ്രീത മാം. മാജിക് മോർണിംഗ് ഓൾ. ഷീല മാം, ഗുഡ് മോർണിംഗ്. മോർണിംഗ് മാം. വളരെയധികം സന്തോഷമുണ്ട്. ശരിക്കും നല്ലൊരു ഇൻസ്പിറേഷനോട് കൂടി തന്നെ മാമിന്റെ സ്റ്റോറി കേട്ടത്. കാരണം മാം പറയുമ്പോൾ ശരിക്കും ഒരു ഫിലിം കാണുന്ന രൂപത്തില് പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളിങ്ങനെ ശരിക്കും ആ ഒരു ഫീല് തോന്നിയിരുന്നു. പിന്നെ മാം കുറെ കോട്സ് പറഞ്ഞ അതില് മാമിനെ പറഞ്ഞ പോലെ ദാമ്പത്യം, കുടുംബജീവിതം, അതൊക്കെ മാം എങ്ങനെയാണോ കൊണ്ടുപോയത് അതാണ് മാമിന് അത് കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റിയത്. അത് ഞാൻ വളരെയധികം മാമിനോട് കടപ്പെട്ടിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് മാം അത് എഴുതിയിരിക്കുന്നത്. എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ കാര്യങ്ങള് പറഞ്ഞതില് പിന്നെ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എങ്ങനെയായിരുന്നു, ഒരു വ്യക്തി എങ്ങനെയായിരുന്നു, ഇപ്പൊ നമ്മുടെ മുഖത്ത് തന്നെ നമുക്ക് നോക്കി ആ വ്യക്തിയുടെ റസാഖ് സാറിനൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അതായത് ഒരു വ്യക്തി എങ്ങനെയാന്നുള്ളത് കറക്റ്റ് ആയിട്ട് റസാഖ് സാർ നോക്കി പറയും. അങ്ങനെയുള്ള ഒരു ഇത് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കിയാൽ ശരിക്കും മനസ്സിലാവും. അതിലെല്ലാം ഉണ്ട്. അപ്പൊ മാം ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വളരെയധികം ഇഷ്ടമായി. പിന്നെ വളരെ സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാണ്. അതിന് ഷീല മാമിനോട് ഒരുപാട് കടപ്പെട്ടിട്ടുണ്ട്. കാരണം മോള് മെഡിക്കൽ എൻട്രൻസിനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം അതിന് 2 വർഷമായി ഇപ്പോൾ അവള് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം കോട്ടയം അവിടെ പാലയിലാണ് നിന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ എൻട്രൻസ് കിട്ടാതെ ആയപ്പോ അവള് വല്ലാതെ വിഷമിച്ചു. അപ്പൊ കഴിഞ്ഞ വർഷം മാമിനോട് സംസാരിച്ച സമയത്ത് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനറൽ നഴ്സിംഗിന് മോൾക്ക് കൊടുക്കുക എന്ന് മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അവളുടെ ആ ഒരു താല്പര്യം എത്ര നമുക്ക് BDSനും BAMSനും ഒക്കെ അവൾക്ക് പോകാൻ ഉള്ള ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് അതൊന്നുമല്ല, എനിക്ക് MBBS തന്നെ വേണം അമ്മ അച്ഛന്ന് പറഞ്ഞിട്ട് അത്രയും വിഷമിച്ചിട്ടാണ് മോൾ അങ്ങനെ വീണ്ടും പാലയിൽ നമ്മൾ കൊണ്ടുപോയി പഠിപ്പിച്ചത്. അപ്പൊ അവിടുന്ന് അങ്ങനെ വീണ്ടും മോള് ഫ്ലോപ്പ് ആവുകയാണ്. ഇപ്പൊ ഈ എഴുതിയ ആ ഒരു എൻട്രൻസിൽ മോള് വീണ്ടും ഫ്ലോപ്പായി. അപ്പൊ പിന്നെ മോൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവൾ ആകെ വല്ലാത്തൊരു ഡെസ്പായി. ഞങ്ങൾക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഞങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ട്, നമുക്ക് ആശ്വസിപ്പിക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് പറഞ്ഞ ഇനി എല്ലാതും ഞാൻ അപേക്ഷ അയച്ചുകൊണ്ടിരിക്കും, എന്ത് ജോലിയായാലും ഞാൻ ചെയ്യും, അങ്ങനെ ഒരു തീരുമാനത്തിൽ അവൾ എത്തി. പക്ഷെ എല്ലാതും ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ആണ് ജനറൽ നഴ്സിംഗിന് അവൾ കൊടുക്കുന്നത്. ജനറൽ നഴ്സിംഗിന് കൊടുത്തിട്ട് എന്താണെന്നറിയില്ല, ഇന്നലെ വല്ലാത്തൊരു ദിവസം. കാരണം മോളുടെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. പക്ഷെ നമ്മുടെ സാമ്പത്തികത്തിനനുസരിച്ച് അവൾക്ക് നല്ലൊരു ട്രീറ്റ് കൊടുക്കാൻ പോലും നമ്മുടെ കയ്യിൽ ഒന്നുമില്ല സത്യം പറഞ്ഞ. സോറി, ആ സമയത്താണ് ഇന്നലെ വൈകിട്ടാണ് മോൾക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അതിൽ മോൾക്ക് 4th റാങ്ക് ഉണ്ട്. പക്ഷെ ഞാൻ ആ സമയത്ത് ആദ്യം വിളിച്ച ഷീല മാമിനെയാണ്.
സത്യം ശില്പ മാം ഇപ്പൊ എന്നോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. മോളുടെ ആഗ്രഹം പലതാണ്. പക്ഷെ എന്നാലും അവളെ ഞാൻ ഒന്ന് വിളിക്കും, ഞാൻ സംസാരിക്കുന്നൊക്കെ പറഞ്ഞപ്പോ വല്ലാത്തൊരു സന്തോഷം തോന്നി. അപ്പൊ മാമിന്റെ സ്റ്റോറി എന്താണെന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ വിചാരിച്ചതാണ് ഞാനിത് പറയുന്നത്. കൂൾ ഡൗൺ ഓക്കെ മാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ പ്രീത മാം, മോൾക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും വിഷസ് അറിയിക്കാം കേട്ടോ. നീ 4th റാങ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, അത്രയും അച്ചീവ്മെന്റ് ആണ്. സോ ഞങ്ങളുടെ ബിമാജിക് ടീമിന്റെ എല്ലാവരുടെയും വിഷസും കാര്യങ്ങളൊക്കെ അറിയിക്കണേ. എനിവേ കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പോ ഷില മാം താങ്ക് യു സോ മച്ച് മാം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാമിൻ്റെ അടുത്ത് നമുക്ക് റിയലൈസ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ മാമിന് ലൈഫ് ലോങ് എന്തായാലും ദൈവത്തിന് എല്ലാ ബ്ലെസ്സിങ്സും മാമിന് ഉണ്ടായിരിക്കും. ആ ബ്ലെസ്സിങ്സ് ഉള്ളതുകൊണ്ടാണ് മാമിന് ഇപ്പോഴും ഇതേപോലെ ചിരിച്ചിരിക്കാൻ പറ്റുന്നത്. സോ മാമിന്റെ ആരോഗ്യ കാര്യങ്ങൾ ബിമാജിക് ടീമിന്റെ എല്ലാവരുടെയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഗോഡ് ബ്ലെസ് യു മാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച്. നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഷീല മാം. താങ്ക് യു. താങ്ക് യു ലവ് യു സോ മച്ച്. താങ്ക് യു.